നമസ്കാരം, വെൽക്കം ടു KPSC 2.0. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ. PSC പരീക്ഷയിൽ വളരെ എളുപ്പത്തിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ ഭാഗം നമുക്ക് ഈസിയായി പഠിച്ചു വരാം. ശരിക്കും എന്താണ് ഈ ദേശീയോദ്യാനങ്ങളുടെയൊക്കെ പ്രാധാന്യം? നമുക്ക് ചുറ്റുമുള്ള ജൈവ വൈവിധ്യവും വന്യജീവികളുമൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന സമയത്ത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നൊക്കെ അതിനെ സംരക്ഷിക്കാനായി നിരവധി പ്രോജക്റ്റുകൾ വരും. വന്യജീവികളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ സംരക്ഷിക്കാൻ പറ്റും. ഒന്ന്, അതിന്റെ തന്നെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംരക്ഷിക്കാം. അതിനെയാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ജീവജാലങ്ങളെ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തു നിന്ന് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. അതിനുദാഹരണമാണ് നമ്മുടെ മൃഗശാലകളൊക്കെ. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. അതായത് ജീവജാലങ്ങളെ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംരക്ഷിക്കുന്ന രീതി. അപ്പോൾ എന്താണ് ഈ നാഷണൽ പാർക്കുകൾ? SCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ നാഷണൽ പാർക്കുകളെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപപ്പെടുത്തിയവയാണ് നാഷണൽ പാർക്കുകൾ. കേരളത്തിൽ പ്രധാനമായും 6 നാഷണൽ പാർക്കുകളാണ് ഉള്ളത്. എന്നാൽ PSCയുടെ ഉത്തരപ്രകാരം അത് 5 ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എന്ത് പഠിക്കും? കേരളത്തിൽ 5 നാഷണൽ പാർക്കുകൾ ഉണ്ടെന്ന്. ഈ നാഷണൽ പാർക്കുകളൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം ഇവ 4 സ്ഥിതി ചെയ്യുന്നത് ഒരു ജില്ലയിൽ തന്നെയാണ്. ഒരെണ്ണം മാത്രമാണ് പുറത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ 4 സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് അറിയാമോ? ഇടുക്കി. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നുള്ളതിന് ഉത്തരമാണ് ഇടുക്കി. ഇനി നമുക്ക് ഓരോ നാഷണൽ പാർക്കുകളെ പറ്റി വിശദമായി തന്നെ പഠിക്കാം. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം കൂടിയാണ് ഇരവികുളം നാഷണൽ പാർക്ക്. 1978 ഇരവികുളത്തെ ഒരു നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെയാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കിൽ കാണാവുന്ന ഒരു കാര്യമാണ് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികൾ. അപ്പൊ നീലക്കുറിഞ്ഞിയും വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളും ഇരവികുളം നാഷണൽ പാർക്കിന്റെ പ്രത്യേകതകളാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നതും ഈ ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമാണ്. അപ്പോൾ ഏറ്റവും ഉയരത്തിൽ, അതായത് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ നമുക്ക് മനസ്സിലായി, അത് ഇരവികുളമാണ്. ഇരവികുളം നാഷണൽ പാർക്കിനെ പറ്റി മെയിൻ ആയിട്ട് ഇത്ര പോയിന്റുകൾ ഓർത്തിരിക്കുക. സ്ഥാപിച്ചത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടത് 1978 എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ആനമുടി സ്ഥിതി ചെയ്യുന്നതും ഈ ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗത്താണ്. പിന്നീട് എന്താണ്? കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക്, കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്, കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്, ഇവയെല്ലാം ഈ ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇതിന്റെ എല്ലാം ഉത്തരം. ഇനി നമുക്ക് അടുത്ത നാഷണൽ പാർക്ക് ഏതാണെന്ന് നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്. കേരളത്തിലെ 2ാമത്തെ വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഈ പ്രദേശത്ത് ചീവീടുകളുടെ സൗണ്ട് കേൾക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ പ്രദേശത്തെ നമ്മൾ സൈലന്റ് വാലി അല്ലെങ്കിൽ നിശബ്ദ താഴ്വര എന്ന് വിളിക്കുന്നത്. 1984 ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. 1985 രാജീവ് ഗാന്ധി സൈലന്റ് വാലി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. 2012 യുനെസ്കോ സൈലന്റ് വാലിയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇവിടെ സംരക്ഷിച്ചു വരുന്നത് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുന്നത് സിംഹവാലൻ കുരങ്ങുകളെയാണ്. ഇത് സൈലന്റ് വാലിയെ കൂടുതലായി കാണാനുള്ള കാരണം എന്ന് പറയുന്നത് വെടിപ്ലാവ് എന്ന സസ്യത്തിന്റെ സാന്നിധ്യമാണ്. ഇനി ഒരു കൺഫ്യൂസിംഗ് ഫാക്ട് ഇവിടുന്ന് പഠിക്കണം.
എന്താണെന്ന് വെച്ചാൽ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ഏതാണെന്ന് നമ്മളോട്, അല്ലെങ്കിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് നമ്മളോട് ചോദിച്ചാൽ അതിനുത്തരം തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴ. ഇതൊരു കൺഫ്യൂസിംഗ് ഫാക്റ്റ് ആണ്, പലർക്കും അത് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ച് പഠിക്കുക. പിന്നീട് ഇവിടെ നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ഒരു ദേശീയോദ്യാനമുണ്ട്, അതാണ് മുക്കുർത്തി ദേശീയോദ്യാനം. അതൊന്ന് ഓർത്തിരിക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുർത്തി ദേശീയോദ്യാനം. സൈലന്റ് വാലി 1984 ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത മൂന്നെണ്ണം പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. കാരണം ഈ മൂന്നെണ്ണത്തിന്റെ അവസാനിക്കുന്നത് ചോലക്കൂട്ടിയാണ്. ആനമുടിച്ചോല, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല. ഇവ മൂന്നുമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇവ മൂന്നും സ്ഥാപിച്ചതും അല്ലെങ്കിൽ ഇവ മൂന്നും നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചതും ഒരേ വർഷമാണ് 2003. അപ്പൊ ഇത് മൂന്ന് സ്ഥിതി ചെയ്യുന്നതും ഇടുക്കിയിലാണ്. വളരെ സിമ്പിൾ ആണ് ഇവ മൂന്നും ഇനി പഠിക്കാൻ. ആദ്യം നമുക്ക് ആനമുടിച്ചോല ദേശീയോദ്യാനത്തെ പറ്റി നോക്കാം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2003 ഇതിനെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത്. പ്രശസ്തമായ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും ഈ ദേശീയോദ്യാനത്തിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ നമ്മൾ ജുറാസിക് സമയത്തൊക്കെ ഉണ്ടായിരുന്ന ട്രീ ഫേൺ എന്ന് പറയുന്ന പന്നൽ ചെടികൾ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ നാഷണൽ പാർക്കിന്റെ ഭാഗങ്ങളിൽ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ആനമുടിച്ചോല ദേശീയോദ്യാനത്തെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്. എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി ജില്ലയിൽ. 2003 നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത്. തൂവാനം വെള്ളച്ചാട്ടം ഈ ദേശീയോദ്യാനത്തിന്റെ പ്രധാനമായ ഒരു ആകർഷണമാണ്. അടുത്ത ഏതാണ് നമുക്ക് നോക്കാം. അടുത്തതാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കൂടിയാണ് പാമ്പാടും ചോല. അപ്പൊ ഏറ്റവും വലുത് ഇരവികുളം, ഏറ്റവും ചെറുത് പാമ്പാടും ചോല. 2003 ഡിസംബറിലാണ് പാമ്പാടും ചോലയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. അപ്പം ഇത്രയും ഓർത്തിരിക്കുക. 2003 ഡിസംബറിലാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും പ്രാധാന്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഇനി നമുക്ക് അവസാനത്തിലേക്ക് നോക്കാം. അവസാനത്തേതാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനം. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ്. 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. അപ്പൊ നമുക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമുക്ക് കേരളത്തിൽ 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. ഇരവികുളം നാഷണൽ പാർക്ക് 1978 പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1984 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. പിന്നീടുള്ള മൂന്നെണ്ണങ്ങൾ ആനമുടിച്ചോല, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല മൂന്നും ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. വളരെ സിമ്പിൾ ആണ്. 1 മാർക്ക് ഉറപ്പായി നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഈ മാർക്കുകൾ സ്കോർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.